അസ്സലാമു അലൈക്കും. കരഞ്ഞ കണ്ണുമായിട്ട് ഫാത്തിമ കാറിൽ നിന്നിറങ്ങി. കൂടെ അവളുടെ ഉമ്മയും ഉണ്ടായിരുന്നു. മോളെ. ഉമ്മ കരഞ്ഞ കണ്ണുകളെ ഫാത്തിമയെ വിളിച്ചു. അവൾ ഉമ്മാക്കരികിലായി ചെന്നു. എന്താ ഉമ്മ? മോളെ, ജീവിതമാവുമ്പോളേ എല്ലാം കാണും, സുഖവും ദുഃഖവും. മോളെല്ലാം മറക്ക്, ഒന്നുകൂടെ ആലോചിച്ചു പോരെ. വേണ്ടുമ്മ, ഇനി ഒന്നും പറയണ്ട. ഞാൻ ആർക്കൊരു ശല്യമാവില്ല. ആ മോളെ ഇഷ്ടം പോലെ. എനിക്ക് നീ ഒരു ശല്യമാവോ? മോളെ, നീയല്ലേ ഉമ്മാക്കുള്ളത്. പിന്നെ എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ മോളെ നോക്കാൻ ഉമ്മാക്ക് പറ്റും. പക്ഷെ ഞാൻ പോയാൽ ആരുണ്ട് എൻ്റെ കുഞ്ഞിനെ? അത് ഞാൻ ആലോചിച്ചു പോയി മോളെ. ഉമ്മ വിട്ടേക്ക്, പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ, അത് മതി. അവൾ കോടതിയുടെ അകത്തേക്ക് പോയി. അവളുടെ തൊട്ടു മുന്നിൽ വക്കീൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഫാത്തിമ, അവർ വന്നിട്ടില്ല. അതിനു മുമ്പേ എനിക്ക് ഫാത്തിമയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കേട്ടോ. കുടുംബ കോടതിയല്ലേ, അപ്പോൾ പരസ്പരം പിരിയാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? ആ മേഡം, നിങ്ങൾക്ക് എന്താണെങ്കിലും എന്നോട് ചോദിക്കാം. ഈ കുടുംബം എന്നാൽ പരസ്പരം ഒത്തൊരുമയോട് കൂടി ജീവിക്കേണ്ടതാണ്. ഒരു പുരുഷനെ നന്നാക്കുന്നതേ സ്ത്രീയാണ്, പുരുഷനെ ചീത്തയാക്കുന്നത് സ്ത്രീയാണ്. അങ്ങനെയുള്ളപ്പോൾ തങ്ങൾക്ക് ജാസീറിനെ ഒന്ന് മാറ്റാൻ സാധിക്കില്ലേ എന്ന തീരുമാനം മാറ്റിക്കൂടെ? ഒരവസരം കൂടി അയാൾക്ക് കൊടുത്തൂടെ? ഇല്ല മേഡം, എനിക്ക് പറ്റില്ല. എന്നോട് പറയല്ലേ. ഞാൻ ഒരുപാട് ശ്രമിച്ചു മാറ്റാൻ. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസയും ചിലവായിട്ട് എനിക്ക് വേണ്ട. അതും കൂടി ഞാൻ മാഡത്തിനോട് സൂചിപ്പിക്കുക. ഇന്നത്തോടു കൂടി എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. കരഞ്ഞുകൊണ്ട് ഫാത്തിമ പറഞ്ഞു. ഓക്കെ, തൻ്റെ തീരുമാനം അതാണെങ്കിൽ എല്ലാം ഇന്ന് തീരും. അപ്പോഴേക്കും അവരുടെ അടുത്ത് ജാസിർ കടന്നു വന്നു. ആ ജാസിർ, ഇരിക്കേ. അവൻ ദയനീയമായി ഫാത്തിമയെ നോക്കി. അവൾ ഒന്ന് ജാസിറിനെ നോക്കുക പോലും ചെയ്തില്ല. ജാസിറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഡൈവേഴ്സായിട്ട് മുന്നോട്ട് പോട്ടെ, പിന്നെ ഫാത്തിമയ്ക്ക് ചെലവിന് കൊടുക്കണ്ട. ഫാത്തിമ എന്നോട് പറഞ്ഞു. എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് ഫാത്തിമയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. നോ. ഫാത്തിമ അവിടെ ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു. നിങ്ങൾക്ക് മതിയായില്ലേ? ജീവിക്കണം പോലും. അത് ജീവിതം എന്താണെന്ന് പഠിക്ക്. ഫാത്തിമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ജാസിർ തല താഴ്ത്തി. ഫാത്തിമ, കൂൾ ഡൗൺ. അവിടെ ഇരിക്കൂ. സോറി, എനിക്ക് പെട്ടെന്ന് വിഷമം വന്നപ്പോൾ. സോറി മേഡം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ജീവിതം വേണ്ടല്ലേ? 4 വർഷം നിങ്ങൾ ജീവിച്ചു. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലല്ലേ? എന്നാൽ രണ്ടുപേരും ഈ കടലാസിൽ ഒപ്പിട്ടോളൂ, എന്നിട്ട് പിരിയാം. ആ മേഡം, എവിടെയാണ് ഒപ്പിടണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫാത്തിമ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ ജാസിറിനെ നോക്കി പറഞ്ഞു. അവൻ എപ്പോഴും ദയനീയമായി തല താഴ്ത്തിയിരിക്കുകയാണ്. ആ ഫാത്തിമ, ഇതിലിട്ടോളൂ. വക്കീൽ ഒരു പേപ്പർ ഫാത്തിമക്ക് കൊടുത്തു. അവൾ ആ നിമിഷം കണ്ണുകളടച്ച് ജാസിറിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് തന്നെയായിരുന്നു. അവൻ പറയാതെ തന്നെ ആ കണ്ണിൽ നിന്ന് കാണാം ഒപ്പ് ഇടതിൽ നിന്ന്. പക്ഷേ ഫാത്തിമ ആ പേപ്പറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരുന്നു. അടുത്തത് ജാസിർ ഒപ്പുവെച്ചോളൂ. അവൻ തൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. ആ പേപ്പറിൽ ഒപ്പുവെച്ചു. അപ്പോൾ നിങ്ങൾക്ക് പോകാം. വക്കീൽ പറഞ്ഞതും ഫാത്തിമ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. അവളുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഉമ്മ അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴും ആ പെറ്റുമ്മയുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇത്ര നാൾ എൻ്റെ മോളെ കഷ്ടപ്പെട്ട് ഒരുത്തൻ്റെ കയ്യിലേൽപ്പിച്ചു. അവിടെ എൻ്റെ മോൾ എല്ലാം സഹിച്ചു. ഒരു സുഖവും എൻ്റെ മോൾ അനുഭവിച്ചിട്ടില്ല. വാപ്പില്ലാത്തവളെ ഒരുത്തൻ്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ വിചാരിച്ചില്ല ഇങ്ങനെയാവുമെന്ന്. അള്ളാഹുവേ, എൻ്റെ കുട്ടിയെ നീ രക്ഷിക്കണേ. നീയല്ലാതെ അവൾക്ക് ആരുമില്ല. ഫാത്തിമ കണ്ണുകൾ തുടച്ചു ഉമ്മയിൽ നിന്ന് മാറി. അപ്പോഴാണ് ജാസിറിനെ പെങ്ങളും ഉമ്മയും അവിടെ നിൽക്കുന്നത് അവൾ കണ്ടത്. അവർക്കരികിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഇനി അവർ എനിക്ക് അന്യരല്ലേ? അവൾ പോകാനായി തിരിഞ്ഞ്. അപ്പോഴാണ് അവളെ ജാസിറിൻ്റെ ഉമ്മ വിളിച്ചത്. മോള് പോവാണോ? ഇപ്പോൾ ഞാനും നിനക്ക് അന്യായില്ലേ? ആ ഉമ്മ കരയുകയായിരുന്നു. അല്ല ഉമ്മ, ഇനി ഉമ്മാക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യമായിരിക്കും എന്ന് കരുതി അതാ ഞാൻ മിണ്ടാതെ പോന്നത്. മോളെ, തെറ്റ് ചെയ്തത് എൻ്റെ മോനാ. പക്ഷേ ഈ പാപിയായ ഞാൻ മോളെ കുറ്റപ്പെടുത്തി. ഒന്ന് സ്നേഹിച്ചിട്ട് പോലും ഇല്ലല്ലോ മോളെ. ആ പോട്ടെ ഉമ്മ, ഇനി എപ്പോഴെങ്കിലും കാണാൻ തോന്നിയാൽ വിളിച്ചാൽ മതി. ഞാൻ വരാട്ടോ. ജാസിറിൻ്റെ ഉമ്മയോട് യാത്ര പറഞ്ഞ് ഫാത്തിമ വണ്ടിയിൽ കയറി. ഇത്താ, അവൾ ജാസിറിൻ്റെ പെങ്ങളെ വിളിച്ചു. ആ വിളിക്കായി കാത്തിരുന്ന പോലെ അവൾ ഫാത്തിമയ്ക്ക് അരികിൽ വന്ന് കെട്ടിപ്പിടിച്ചു.
മോളെ, നീ എനിക്ക് എന്നും ഒരു അനിയത്തിയാണ്. എൻ്റെ മോളെ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചില്ല. ഈ ഇത്താക്ക് മോളോട് ഒന്നേ പറയാനുള്ളൂ, രക്ഷപ്പെടണം, ജീവിച്ചു കാണിക്കണം എല്ലാവരുടെയും മുന്നിലും. ഇൻഷാ അല്ലാ ഇത്ത എന്നെ വിളിക്കണം, ഞാൻ വരും ഇൻഷാ അല്ലാ. ഫാത്തിമ നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ, ഇത്ത, ഞാൻ പോവാണ് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഫാത്തിമ ജാസിറിൻ്റെ ഉമ്മയോടും പെങ്ങളോടും യാത്ര പറഞ്ഞു തൻ്റെ ഉമ്മയെയും കൊണ്ട് ഇറങ്ങി. അപ്പോൾ തൊട്ട് മുമ്പിലായി ജാസിർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കി. പക്ഷേ അവളൊന്ന് നോക്കുക കൂടി ചെയ്തില്ല. അങ്ങനെ ഫാത്തിമയും ഉമ്മയും അവരുടെ വണ്ടിയിൽ കയറി വീട്ടിലേക്ക് പോയി. ഉമ്മ, ഞാനൊന്ന് ഫ്രഷായി വരാം. ഉമ്മ, എനിക്കൊരു കട്ടൻ കാപ്പി എടുക്കണം കേട്ടോ. എന്താ മോളെ, തലവേദന ഉണ്ടോ? കണ്ണൊക്കെ കലങ്ങിക്കിടക്കുന്നു. മോളെ, ജാസിറിനെ പിരിയാൻ വയ്യെങ്കിൽ എന്തിനാ ഈ ഇപ്പോൾ ഡൈവോഴ്സ് ചെയ്തത്? ഉമ്മ ഒന്ന് നിർത്തോ? ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി ജാസിർ എന്ന ആൾ എൻ്റെ ആരുമല്ല, എൻ്റെ അന്യനാണ്. ഇനി ഉമ്മ ആ പേര് ഉച്ചരിക്കരുത്, അത് ഈ മോൾക്ക് താങ്ങാൻ പറ്റൂല. അതും പറഞ്ഞ് ഫാത്തിമ റൂമിലേക്ക് കയറി കതകടച്ചു. ആ മകളുടെ അവസ്ഥ കണ്ട് ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഫ്രഷായി ഉമ്മയിൽ നിന്നൊരു കട്ടൻ ചായയും കുടിച്ച് റൂമിൽ വന്നു. അവൾ അവളുടെ കട്ടിലിൽ പതിയെ തല ചായ്ച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിന്തിച്ചു. അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത് അവൾ ആലോചിച്ചു. ഉമ്മ സുഹറക്കും നാസിറിനും ഒരേ ഒരു മകൾ ഫാത്തിമ. ബാപ്പ 2 വയസ്സിൽ മരിച്ചുപോയി. ഉമ്മ പിന്നെ എന്നെയും കൂട്ടി ഉമ്മൂമാൻ്റെ വീട്ടിൽ പോയി. പിന്നെ അവിടെയായിരുന്നു ഞങ്ങൾ. ഉമ്മയും ഇക്കാക്കയും മാമയും ഒക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഉമ്മ വീട്ടുജോലിക്ക് പോകും. അങ്ങനെ കഴിഞ്ഞു ഞങ്ങളുടെ കുടുംബം. ഉമ്മയുടെ സഹോദരനും കുടുംബക്കാരുമൊക്കെ ഒരു 5 സെൻറ്റിൽ ചെറിയ വീട് വെച്ചു തന്നു. ഞാൻ +2 കഴിഞ്ഞ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നില്ല. എന്നാലും എനിക്കറിയാവുന്ന പോലുള്ള ജോലി വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു. എനിക്കിപ്പോൾ 19 വയസ്സായി പ്രായം. അങ്ങനെ ഇരിക്കെയാണ് കല്യാണാലോചന വന്നത്. നല്ല പയ്യൻ, കാണാനും കുഴപ്പമില്ല. നബീസയുടെയും സക്കീറിൻ്റെയും 2ാമത്തെ മകൻ ജാസിർ. ജോലി ഗൾഫിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. ഒരു ദിവസം അവരൊക്കെ പെണ്ണ് കാണാൻ വന്ന് ഇഷ്ടപ്പെട്ടു. എനിക്കും. പള്ളിക്കാരൊക്കെ ഏറ്റെടുത്ത് വിവാഹം നടത്തി. അവരൊക്കെ ചേർന്ന് സ്വർണം തരാം എന്നുമായി. അങ്ങനെ ചെറിയ ലളിതമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചു. കല്യാണമൊക്കെ ഭംഗിയായി. അല്ല, കുറവുകളുണ്ടായിരുന്നു. അങ്ങനെ അതും നടന്നു. എൻ്റെ ഉമ്മയുടെ ഏക പ്രതീക്ഷ ഉമ്മാക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നും എനിക്ക് വേണ്ടി സ്വന്തം ജീവിതം വരെ നഷ്ടമാക്കി എനിക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പോൾ എന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുമാത്രം ആലോചനകൾ ഉമ്മാക്കുമെന്നും എനിക്ക് വേണ്ടി ഉമ്മ ജീവിതം വേണ്ടെന്ന് വെച്ചു. എനിക്കൊന്നും ആവാൻ പോലും പറ്റിയില്ല. ഉമ്മാക്ക് വേണ്ടി കല്യാണത്തിനെങ്കിലും സമ്മതിക്കണ്ടേ? ഇനി അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെയും ഉമ്മ ഇപ്പോൾ തനിച്ചായില്ലേ? എല്ലാം ഓർക്കുമ്പോൾ ചങ്ക് പിടിക്കുകയാണ് ഫാത്തിമയ്ക്ക്. കല്യാണം കഴിഞ്ഞ് ജാസിർ ഇക്കാടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ എൻ്റെ വീടിനേക്കാൾ സൗകര്യമുള്ള വീടായിരുന്നു. കല്യാണത്തിന് കണ്ടതാണ് ഞാൻ ജാസിറിക്കയെ, പിന്നെ കണ്ടതുപോലുമില്ല. ജാസിക്കാൻ്റെ ഉമ്മ നബീസ, പിന്നെ അവിടെ ഇക്കാടെ ഇത്ത തസ്ലിയ, അവരുടെ ഭർത്താവ്, പിന്നെ ഒരു മോൻ മിസ്ബഹ്. ഇവരൊക്കെയാണ് അവിടെയുള്ളത്. പിന്നെ ഇക്കാടെ വാപ്പ 1 വർഷം മുമ്പേ മരിച്ചുപോയി. പിന്നെ ഒരുപാട് ബന്ധുക്കൾ ഇക്കാക്കുണ്ട്. അവരെയൊന്നും കല്യാണത്തിന് ക്ഷണിച്ചില്ല. കാരണം ഞാൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണല്ലേ. അതുകൊണ്ടാണ്. അവർക്ക് കുറച്ചിലാണ്. വിളിക്കാത്തത് നന്നായി. കുറ്റം പറച്ചിലും കുത്തുവാക്കുകളും കേൾക്കണ്ടല്ലോ. പിന്നെ ഇക്കാൻ്റെ ഉമ്മ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. മുഖത്ത് ഗൗരവം മാത്രം. ഇക്കാടെ ഇത്ത എന്നോട് സ്നേഹത്തോടെ പെരുമാറി. പിന്നെ റൂമൊക്കെ കാണിച്ചു തന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു തന്നു. എനിക്കാകെ ഒരു വീർപ്പുമുട്ടലായിരുന്നു. എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള തോന്നൽ. എല്ലാം നല്ലതിനായിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു ഞാൻ. സമയം 7 മണിയായി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഹാളിലേക്ക് പോയി. അവിടെ ഇക്ക ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇക്ക എന്നെ നോക്കി ഒരു പുഞ്ചിരി പോലും നൽകിയിരുന്നില്ല. എനിക്ക് വിഷമമില്ലായിരുന്നു. കാരണം എന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു, ഉമ്മ അല്ലാതെ. ഞാനും ശരിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ പാവം പെണ്ണൊന്നുമല്ല. മറ്റുള്ളവരെ പോലെ ആരുമില്ലല്ലോ. എല്ലാം സഹിച്ചു നിൽക്കണം. പൊള്ളലേൽപ്പിച്ചോ പട്ടിണിക്കിട്ടാലോ എല്ലാം ക്ഷമിക്കണം എന്നുള്ളത് തെറ്റാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ജീവിതം എങ്ങനെയെന്ന് നോക്കണം, ഫാത്തിമ മനസ്സിൽ കരുതി. എന്താ മോളെ ആലോചിക്കുന്നത്? തസ്ലിയ ഫാത്തിമയോട് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല ഇത്താ, ഫാത്തിമ പറഞ്ഞു. ആ വാ മോളെ,
അവിടെ തന്നെ നിൽക്കാതെ ഇവിടെ വന്നിരിക്ക്, തസ്ലിയ ഫാത്തിമയോട് പറഞ്ഞു. ഫാത്തിമ ജാസിറിൻ്റെ ഉമ്മയെയും നോക്കി. ഒരു ഭാവവ്യത്യാസവും മുഖത്തില്ല. ജാസിറും ഉമ്മയും ഫുഡ് കഴിക്കായിരുന്നു. മോളെ ഇതാ കഴിക്കേ. ഫാത്തിമയ്ക്ക് മുമ്പിൽ പത്തിരിയും ബീഫും വെച്ചുകൊണ്ട് ഇത്ത പറഞ്ഞു. അവൾ അത് കഴിച്ചു. മോളെ തസ്ലിയ, കല്യാണം ഇന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കണ്ട, അവൾ തന്നെ എടുത്ത് കഴിച്ചോളും. നീ നാളെ പോയാൽ ഇവളെ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. ഉമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുക, അവൾ ഇന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഉമ്മ. ഫാത്തിമയ്ക്ക് ഇത് കേട്ടപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഇറങ്ങിയിരുന്നില്ല. അവൾക്ക് വല്ലായ്മ തോന്നി. ഇത്ത, ഉമ്മ പറഞ്ഞത് കാര്യം തന്നെയാ. പുതുമണമായിട്ട് ചമഞ്ഞിരിക്കാനല്ല ഞാൻ ഇവളെ നിക്കാഹ് കഴിച്ചത്, ഉമ്മാനെ സഹായിക്കാനാണ്. ഡാ മതി, കഴിച്ചിട്ട് എണീക്ക്, തസ്ലിയ പറഞ്ഞു. മോള് കഴിച്ചെങ്കിൽ എണീക്ക്, കൈ പോയി കഴുക്. ഫാത്തിമ ഇത് കേൾക്കാൻ കാത്തുനിന്ന പോലെ അവിടെ നിന്നും എണീറ്റു. മോളെ അത് അവിടെ വെച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം കേട്ടോ. വേണ്ടത്താ, ഞാൻ കഴുകിക്കോളാം. എന്നാൽ ദാ ഇതും കൂടി കഴുകി വെച്ചോ. ഉമ്മയും ജാസിറും കഴിച്ച പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഫാത്തിമ മടിക്കാതെ തന്നെ അത് വാങ്ങി അടുക്കളയിലോട്ട് പോയി. ജാസിർ നേരെ കഴുകി മുറിയിൽ പോയി. ഇതൊക്കെ കണ്ടപ്പോൾ തസ്ലിയയ്ക്ക് വിഷമമായി. അവൾ കഴുകി നേരെ ഉമ്മയുടെ റൂമിൽ പോയി. ഉമ്മ, എന്താ തസ്ലിയ? എന്താ ഉമ്മ, അവളൊരു എത്തിയും കുട്ടിയല്ലേ, നമ്മളല്ല അവരെ സ്നേഹിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ആദ്യമായിട്ടല്ലേ ഫാത്തിമ ഇങ്ങോട്ട് വന്നത്. ഉമ്മ അവർക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു വിടുന്നതിന് പകരം എന്തൊക്കെയോ ഉമ്മ കാണിക്കുന്നത്. തസ്ലി, ഇതൊന്നും മിണ്ടാതെ നിന്നാ നിൻ്റെ അമ്മായിമ്മ പോലെ എനിക്കാവാൻ പറ്റൂല. അല്ലെങ്കിൽ തന്നെ നിനക്ക് പറഞ്ഞതിൽ കൂടുതൽ പൊന്നും പണമൊക്കെ തന്നിട്ടല്ലേ കെട്ടിച്ചത്. ഓളിങ്ങോട്ട് വന്നതോ 5 പവനും കൊണ്ട്. എല്ലാം അറിഞ്ഞിട്ടാണല്ലോ ഉമ്മയുടെ മോൻ നിക്കാഹ് കഴിക്കാൻ നിന്നത്. പിന്നെന്താ ഇപ്പം അങ്ങനെയൊക്കെ പറയണേ? തസ്ലി, എനിക്കറിയാലോ അവന് താല്പര്യമില്ലായിരുന്നെന്ന്. പിന്നെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഫാത്തിമാൻ്റെ കൊച്ചാപ്പാക്ക് വാക്ക് കൊടുത്തെന്ന് പോലും. ജീവിച്ചിരുന്നപ്പോൾ പോലും അങ്ങനെ സമാധാനം തന്നിട്ടില്ല. ഇതപ്പോ മരിച്ചപ്പോഴും അങ്ങനെ തന്നെ. ഉമ്മ, മരിച്ചു പോരെ പറ്റി അങ്ങനെയൊന്നും പറയല്ലോ ഉമ്മ, നമ്മുടെ വാപ്പല്ലേ. തസ്ലി, ഒന്ന് പോയേ നീ. അതെ ഉമ്മ, ഞാൻ പോവാണ് നാളെ, നീ പൊക്കോ. തസ്ലി അതും പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ റൂമിന് വെളിയിൽ ഇതൊക്കെ കേട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. മോളെ ഫാത്തിമ, നീ എല്ലാം കേട്ടോ? ഫാത്തിമയുടെ നിറഞ്ഞു വന്ന കണ്ണുനീർ തസ്ലിയ കാണാതെ തുടക്കുന്നുണ്ട്. ഇത്ത. ഫാത്തിമ സങ്കടത്തോടെ ഇത്തയെ വാരിപ്പുണർന്നു. മോളെ ഇങ്ങ് വാ. ഉമ്മ കേൾക്കുമെന്ന് കരുതി തസ്ലിയ ഫാത്തിമയും കൊണ്ട് അവളുടെ മുറിയിൽ പോയി. ഇത്ത, സോറി ഇത്ത, ഒളിഞ്ഞു കേട്ടതല്ല ഞാൻ. പാൽ കാച്ചാൻ നോക്കിയിട്ട് പാൽ കണ്ടില്ല. ഇത്തയോട് ചോദിക്കാൻ വന്നപ്പോഴാണ് കേട്ടത്. സാരില്ലിത്ത, എല്ലാം ഞാൻ ദാ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ കളഞ്ഞിട്ടോ. എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയായിത്താ. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് പുത്തരിയല്ല. പിന്നെ ഞാൻ കരഞ്ഞത് ആദ്യമായി. ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഇത്ത എനിക്ക് തരുന്ന സ്ഥാനമുണ്ടല്ലോ, അത് ഞാൻ മരണം വരെ മറക്കൂല ഇത്ത. ഫാത്തിമ പൊട്ടിക്കരഞ്ഞു പോയി. തസ്ലിയയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. മോളെ ചേർത്ത് കൊണ്ടവൾ തസ്ലിയെ പുണർന്നു. മോളെ, ഇത്തൊരു കാര്യം പറയട്ടെ. ജാസിർ മോളോട് ഒന്നും പറയില്ല എന്ന് പറ. ഞാൻ പറയാം മോളോട്. എന്താ ഇത്ത? ഞാൻ പറയില്ല മോളെ, ഇപ്പോൾ അല്ല. ആദ്യം അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. പിന്നെ ഇതാ ഈ നമ്പറിൽ എന്നെ വിളിക്കണം കേട്ടോ. സന്തോഷമാണെങ്കിൽ വിളിക്കണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഇത്താനെ വിളിക്കണേ. ഞാൻ ദുആ ചെയ്യാം. ഇത്ത എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇക്കാക്ക് എന്താ, എന്നെ സ്നേഹിക്കാൻ പറ്റൂലേ? അതാണോ പറഞ്ഞു വരുന്നത്? അതൊക്കെ ഞാൻ പറയാം മോളെ. ഫാത്തിമ, ഈ ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട, ചെല്ല് റൂമിലേക്ക് പോയിക്കോ. ഇത്ത പാൽ വേണ്ട മോളെ, അവനതൊന്നും പിടിക്കില്ല, മോൾ പോ. തസ്ലിയയോട് സലാം പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. പക്ഷേ മുറിയിലെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഫാത്തിമ മടിച്ചാണെങ്കിലും വാതിൽ പതിയെ തുറന്നു. ജാസിർ ഫോൺ കോളിൽ ലയിച്ചിരിക്കുകയാണ്. ഫാത്തിമ അവനരികിൽ ചെന്നു. വാതിലിനരികിലായി നിന്നു. ജാസിറിൻ്റെ ഫോൺ വിളി അത്രയ്ക്ക് പന്തികേടുണ്ടായിരുന്നു. ആ വിളിയിൽ നിന്ന് ഫാത്തിമയ്ക്ക് മനസ്സിലായി ആ വിളിക്കുന്നത് ഒരു പെണ്ണിനെ ആയിരിക്കുമെന്ന്. കാരണം സെക്സ് രീതിയിലുള്ള സംസാരമാണ് ജാസിർ സംസാരിക്കുന്നത്. ഫാത്തിമ വേഗം കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് മുറിക്ക് വെളിയിലിറങ്ങി. അല്ലാ, എന്ത് പരീക്ഷണമാണ് റബ്ബേ, എനിക്ക് വയ്യ. അല്ലാ, ഫാത്തിമയുടെ ഉള്ളം നീറിപ്പൊട്ടുകയാണ്. ഒരു പെണ്ണിനും ഇങ്ങനത്തെ ഗതി വന്നിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം തന്നെ എനിക്ക് ഇങ്ങനെ. ഇപ്പോൾ ഇനി റബ്ബേ, എൻ്റെ ജീവിതം എന്തായിരിക്കും?
ഒന്ന് കരയാനോ പറയാനോ ആരുമില്ല. എനിക്ക് വേണ്ടി ജീവിച്ച ഉമ്മയോട് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അല്ലാഹുവേ, എനിക്ക് നീ എല്ലാം ക്ഷമിക്കാനുള്ള മനസ്സ് തരണേ. ഫാത്തിമ ഇരുകൈകൊണ്ട് മുഖം പൊട്ടിക്കരഞ്ഞു. ഇല്ല, ഉമ്മ അറിയരുത്, ആരും ഒന്നും അറിയിക്കരുത്. ഇനി എൻ്റെ ഈ ജീവിതം തന്നെ ഈ വീട്ടിൽ നരക്കുക തന്നെ. ഫാത്തിമ തൻ്റെ കണ്ണുകൾ തുടച്ചു റൂമിൽ കയറി. അപ്പോൾ ജാസിർ അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു. ഫാത്തിമയ്ക്ക് തൻ്റെ ശരീരം കിതക്കുന്നത് പോലെ തോന്നി. ഫാത്തിമയെ കണ്ടതും ജാസിർ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവളെ അവൻ വശ്യമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി. അവളും അതിനനുസരിച്ച് പിന്നോട്ട് നീങ്ങി. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ അടുത്തേക്ക് ജാസിർ നിർത്തി. ഫാത്തിമയ്ക്ക് സങ്കടവും ദേഷ്യവും തോന്നി. ഫാത്തിമ ജാസിറിനെ നോക്കുമ്പോൾ ജാസിറിൻ്റെ കണ്ണുകൾ മുഴുവൻ അവളുടെ മാറിടങ്ങളിലായിരുന്നു. ജാസിർ ഫാത്തിമയെ നോക്കി. കൊത്തി വലിക്കാൻ വെമ്പി നിൽക്കുന്ന കഴുകന്മാരെ പോലെയാണ് അവനെ ഫാത്തിമയ്ക്ക് തോന്നിയത്. ഡോ, എന്താ പേടിയാണോ? ജാസിർ സൗമ്യമായി ഫാത്തിമയോട് ചോദിച്ചു. ആയിക്ക, ചെറുതായിട്ട്. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. ആദ്യ ദിവസം ഒരു പെണ്ണ് മറ്റൊരുവൻ്റെ മഹർ അണിഞ്ഞു കൂടെ കൂടിയാൽ ജീവനാകും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാവുന്ന ദിവസം, എല്ലാ കാര്യവും പരസ്പരം പറയുന്ന ദിവസം. പക്ഷെ എല്ലാം തകർന്നു. എന്താ ഫാത്തിമ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഇക്ക, അവൾ പറഞ്ഞപ്പോൾ ജാസിർ അവളുടെ ചുണ്ടുകൾ നോക്കി. നല്ല ചുമന്നിരിക്കുന്നു. അവനിലെ വികാരജീവി കൊത്തിവലിക്കാൻ വെമ്പുന്നു. അതെ, കിടക്കാം. ഫാത്തിമ മൂളി. ജാസിർ ആ നിമിഷം തന്നെ അവളെ കീഴടക്കി. ഫാത്തിമയ്ക്ക് അവളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന പോലെ തോന്നി. ഭർത്താവ് തന്നെയാണ് ഈ കാര്യമൊക്കെ ഇനി എൻ്റെ ജീവിതം അതൊക്കെ ഓർത്തുകൊണ്ട്. അപ്പോഴും ജാസിർ അവളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഓരോന്നായി കൊത്തിവലിക്കാൻ തുടങ്ങി. എല്ലാ അർത്ഥത്തിലും അവന് സാധിച്ചില്ല. അവൻ്റെ വികാരം സ്വയം ചെയ്തു തീർത്തു. അതൊക്കെ അവൾക്ക് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. ആ വികാരത്തിൽ അവൻ മയങ്ങി. പാതി മാറിയ ഡ്രസ്സ് അവൾ എടുത്തിടുമ്പോഴും തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയോ തകരുന്നത് പോലെ അവൾക്ക് തോന്നി. കല്യാണത്തിന് മുമ്പ് ഉമ്മയും കൊച്ചാപ്പയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച പാഠമുണ്ട്. അവൾ ഉമ്മയുടെയും കൊച്ചാപ്പയുടെയും വാക്കോർത്തു. മോളെ, ജാസിർ നല്ല പയ്യനാണ് കേട്ടോ. നാളെ മോളെ മാറി കെട്ടിക്കൊണ്ടുപോയാൽ അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. അത് മതി ഈ ഉമ്മാക്ക്. അതേ മോളെ, എന്തൊക്കെ വന്നാലും സഹിക്കണം. ഭർത്താവായി മാത്രമല്ല അവനെ സ്ഥാനം കൊടുക്കേണ്ടത്, ഒരു വാപ്പായും കൂട്ടുകാരനായും ഈ പ്രണയിക്കണം. കൊച്ചാപ്പയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ മോൾക്ക് തരാൻ. ഇതൊക്കെ മനസ്സിലോർത്ത് ഫാത്തിമ കരഞ്ഞു. അല്ലാഹുവേ, ഈ കിടക്കുന്ന ആളെയാണോ ഞാൻ ഉമ്മയും കൊച്ചാപ്പയും പറഞ്ഞ പോലെ സ്നേഹിക്കേണ്ടത്? അല്ലാഹുവേ, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ? അല്ലാ, നീ കാക്കണേ. അസ്സലാമു അലൈക്കും. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം ഇൻഷാ അല്ലാഹ്.